ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മൗനരാഗത്തിന്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ CI അവിടെ മുഴുവനും മരിച്ചു പിറക്കാണ്. അപ്പം അങ്ങനെ ആ ഒരു ഗോഡൗണിലേക്ക് കൊണ്ട് ചെല്ലുകയാണ് ഇയാൾ. ഇതാണോ നിങ്ങളുടെ ഗോഡൗൺ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ സാർ, ഇതാണ് ഞങ്ങളുടെ ഗോഡൗൺ. എന്തായാലും നരിച്ചു പിറക്കട്ടെ, എന്തെങ്കിലും ഒരു തെളിവ് കിട്ടാതിരിക്കില്ലല്ലോ. ഒരു മുടിനാരിഴ കിട്ടിയാൽ മതി, ഞങ്ങൾക്ക് അത് മതി തെളിവിനായിട്ട്. മനസ്സിലായല്ലോ? സാർ, സാറിന് എങ്ങനെ വേണമെങ്കിലും ചെക്ക് ചെയ്യാം സാർ, ഒരു പ്രശ്നവുമില്ല സാർ. പക്ഷെ ഇയാൾക്കാണെങ്കിൽ ഭയങ്കര പേടിയുണ്ട്. കാരണം വലിയൊരു ക്രിമിനലിനെ കാണാത്തതിൻ്റെ പേരിലാണ് ഈ ഒരു സ്ഥാപനം ഇത് പരീക്ഷിക്കാനായിട്ട് വന്നിരിക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇയാളാണ് ഈ പേടിച്ച് വരച്ചൊരവസ്ഥ നിൽക്കുക. അങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് വേറൊരു പോലീസുകാരൻ വന്നിട്ട് പറയുന്നത്, സാറേ ദേ ഒരു മൊബൈൽ ഫോൺ കിട്ടി സാറേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോൺ എടുത്തുകൊണ്ട് വരികയാണ്. ഇത് കണ്ട് CI ആണ് ഞെട്ടിപ്പോണേ. എടോ, താൻ കൈ കൊണ്ട് പിടിച്ചോടത്, താൻ എന്ത് പരിപാടി കാണിച്ചത്, താൻ എന്തിനാണ് കൈ കൊണ്ട് പിടിച്ചത് എന്ന് ചോദിക്കണം. അയ്യോ സാർ, അത് പിന്നെ അങ്ങനെ ഈ CI ആണെങ്കിൽ ആ ഒരു മൊബൈല് കർച്ചീഫ് വെച്ച് കയറി പിടിക്കുക. കഴിഞ്ഞപ്പോഴേക്കും എന്താണ് ഈ മൊബൈല്, ഇത് ആരുടെയുടെ മൊബൈല്, തൻ്റെയാണോ? അയ്യോ ഇല്ല സാർ, എൻ്റെ നല്ല മൊബൈല് സാർ. പിന്നെ ആരുടെയാ? ഇവിടുത്തെ ജോലിക്കാരുടെ വല്ലതും ആണോ? അവരാണോ ഈ മൊബൈൽ ഇട്ടിട്ട് പോയത്? അയ്യോ സാർ, എനിക്കറിയില്ല സാർ, ഇപ്പോഴാണ് സാർ ഇതൊക്കെ കാണുന്നത്. എന്താണ് ഇവിടെ വല്ലാതൊരു ചീഞ്ഞ് നാറുന്നത്, ഇവിടെ ഒന്നും വൃത്തിയാക്കാറില്ലടോ? അയ്യോ സാർ, വൃത്തിയാക്കുന്നതാണ് സാർ, ഭായിമാരെയൊക്കെ നിർത്തിയിട്ട് വൃത്തിയാക്കിയതാ സാർ. എന്നിട്ട് ഇവിടെ ഭയങ്കര ഈച്ചയാണല്ലോടോ, ഭയങ്കര ഒരു ചീഞ്ഞ നാറ്റമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക. കാരണം നമ്മുടെ ഗംഗാപ്രസാദ് ആ തലയിടിച്ച് വീണ സ്ഥലത്താണ് ഇവർ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ചോരയുടെ മണവും ആ ചോരയുടെ ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഈച്ചയും മണവും ഒക്കെ വരുന്നതാണ്. അപ്പോൾ പോലീസുകാരൻ ചോദിക്കണം, താനെന്താടോ എന്തെങ്കിലും കള്ളത്തരങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ടോ? അയ്യോ സാർ, എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല സാർ. പിന്നെ എങ്ങനെയാണോ പറയേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് ഈ CI ഭയങ്കര ചൂടായി കയറി സംസാരിക്കുകയാണ്. ഇത് കണ്ട് ഇയാളെ ഞെട്ടിപ്പോവാണ്. എന്താ ഞങ്ങൾ പറഞ്ഞു കേട്ടപ്പോൾ താൻ ഞെട്ടിപ്പോയോ? പോലീസുകാരെങ്ങനെയാണ്, പോലീസുകാരുടെ ഒരു ഇത് വെച്ചിട്ട് ആരെ കണ്ടാലും ഇങ്ങനെ ചൂടായി സംസാരിക്കും. അപ്പോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ അവർ പറയും, സാർ എന്തിനാണ് സാർ എന്നോട് ഇങ്ങനെ ചൂടായി കയറുന്നത്, അതിന് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ സാർ എന്ന് പറയണം. തനിക്കും അങ്ങനെ പറയാം, എന്താ പറയില്ലേ? അപ്പം ഇയാൾ കിടന്നിങ്ങനെ ചിരിക്കരുത്, അങ്ങനെ ഞങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തനിക്ക് പോലീസുകാരുടെ വകയിട്ട് മൂക്കിനിട്ട് നല്ല ഇടി കിട്ടും, മനസ്സിലായല്ലോ എന്നും പറയുകയാണ്. ഇയാളാണെങ്കിൽ പേടിച്ച് നിൽക്കുക. ഇല്ല സാർ, ഇനിയും ഞങ്ങൾ വരും, ഏതായാലും മൊബൈൽ ഫോൺ കിട്ടി, ഇനി എന്തെല്ലാമാണ് ഇവിടെ കിട്ടാൻ പോകുന്നതെന്ന് പറയാനായിട്ട് പറ്റില്ല. ഞങ്ങളെ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു, അതിനുള്ള തെളിവാണ് ഈ മൊബൈൽ ഫോൺ കിട്ടിയത്. ഇനി ഈ മൊബൈൽ ഫോണിൽ നിന്ന് തുടങ്ങും കഥയുടെ പോക്ക് എങ്ങോട്ടാണെന്ന്. ഇനി അധികം താമസിയാതെ എല്ലാവർക്കും മനസ്സിലാകും എന്ന് പറഞ്ഞ് പോലീസുകാരൻ നേരെ ആ മൊബൈലും കൊണ്ട് പോവാണ്. അങ്ങനെ മൊബൈലും കൊണ്ട് പോയതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരണും കല്യാണിയും കൂടി നേരെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുക. അപ്പോൾ ഈ സരയുൻ്റെ മുന്നിൽ കൂടിയാണ് ഇവർ രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ആ ഒരു രംഗം സരയു കാണുകയാണല്ലോ. അപ്പോൾ സരയിലാണെങ്കിൽ ചങ്ക് പെടഞ്ഞൊരു അവസ്ഥ നിൽക്കുകയാണ്. അപ്പോൾ കിരണാണെങ്കിൽ കല്യാണോട് പറയുകയാണ്, കല്യാണി എൻജിനിയറിയുടെ നല്ല വർക്ക് നമുക്ക് കിട്ടിയിരിക്കുകയാണ്, നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. അപ്പോൾ ഈ ഒരു ഇത് വിട്ടുകളയാനായിട്ട് പാടില്ല. പിന്നെ അതുകൂടാതെ തന്നെ ആദർശിൻ്റെയും നയനയുടെയും കാര്യങ്ങൾ അറിയാലോ, അവരുടെ കാര്യത്തിൽ നല്ലതായിട്ട് തന്നെ ഏർപ്പെടണം. പെട്ടെന്ന് കയറി വണ്ടിയിലേക്കെന്ന് പറഞ്ഞു വണ്ടിയിലേക്ക് കയറുക. അപ്പം സര ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നേരത്തെ ഒന്നും ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് പോകുമ്പോൾ എനിക്ക് മനസ്സിലൊരു വേദനയും തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇവർ രണ്ടുപേരും കൂടി പോകാൻ നേരത്തെ എൻ്റെ മനസ്സങ്ങോട്ട് വേദനിക്കുക, എന്തെന്നില്ലാത്തൊരു നൊമ്പരമാണ്, മനസ്സിന് ഭയങ്കര വിങ്ങലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരയു ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെയാണ് ഇവരിങ്ങനെ നോക്കി നിൽക്കുന്നത്. അപ്പോൾ കാറിൽ നിന്ന് നമ്മുടെ കിരൺ പറയുകയാണ്, അതെ ആദർശിൻ്റെയും അതേപോലെ തന്നെ നയനയുടെയും കാര്യത്തിൽ നമ്മൾ നല്ല ഇത് കാണിച്ചു കൊടുക്കണം, അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. അതൊക്കെ ഞാൻ ഏറ്റു. അല്ല, തൻ്റെ മുഖത്ത് നിന്നാണ് ഒരു സങ്കടം കല്യാണി. അല്ല, സരയുവിനുള്ള ദേഷ്യം മാറിയിട്ടില്ല കിരണേട്ടാ, സരയന് ഇപ്പോഴും എന്നോട് ദേഷ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതൊക്കെ മാറിക്കോളും, എന്നോടും അവൾക്ക് ദേഷ്യം ഉണ്ടായിരുന്നില്ലേ, എന്നിട്ടത് മാറിയില്ലേ? പിന്നെ നമ്മൾ ചെയ്തത് നിസ്സാര തെറ്റൊന്നും അല്ലല്ലോ, നല്ലൊരു തെറ്റ് തന്നെയല്ലേ ചെയ്തിരിക്കുന്നത്. അപ്പം കുറച്ച് സാവകാശം പിടിക്കുമെന്നേ, ഈ ഒരു ദേഷ്യമൊക്കെ മാറാനായിട്ട് കുറച്ച് സാവകാശം പിടിക്കും. അതുവരെ നമ്മൾ കാത്തിരിക്കണം, അത്രയേ ഉള്ളൂ. അവളുടെ സ്വഭാവമൊക്കെ കുറേയൊക്കെ മാറി തുടങ്ങിയല്ലോ, പണ്ടത്തെ സരയു ആണ് ഇപ്പോൾ സരയു. അതുകൊണ്ട് ഇനി ആ കാര്യത്തെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പോവുകയാണ്. ഇവർ പോയി കഴിഞ്ഞപ്പോഴേക്കും സരയുനാണെങ്കിൽ കല്ലി വന്നിട്ട് ഒരു രക്ഷയിൽ എങ്ങനെയെങ്കിലും തൻ്റെ ഇഷ്ടങ്ങളും കിരണിനോട് പറയുകയും ചെയ്യണം, തൻ്റെ ജീവിതത്തിലേക്ക് കിരണിനെ കൊണ്ടുവരണേ ചെയ്യണം. ഇതാണ് സരയുവിൻ്റെ ഒറ്റ ഉദ്ദേശം.
അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പോലീസ് സ്റ്റേഷനാണ്. അപ്പോൾ ഈ ഒരു മൊബൈൽ ഫോണായിട്ട് പോലീസുകാരൻ വന്നിരിക്കുകയാണല്ലോ. അപ്പോൾ പോലീസുകാരൻ ഇതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥനെ കണ്ടെത്തുകയും ചെയ്തു. ആ ഉടമസ്ഥൻ നേരെ പോലീസുകാരനെ മുന്നിൽ നിൽക്കുക. അപ്പോൾ മൂക്കിലൊരു മുറിവും ഉണ്ട്. അപ്പോൾ എടാ താൻ എന്തിനാടോ, തൻ്റെ ജോലി എന്താടോ എന്ന് ചോദിച്ചപ്പോഴേക്കും, സാർ ഞാനൊരു പച്ചക്കറി വിൽക്കുന്ന പച്ചക്കറി കടക്കാരനാണ് സാറേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പച്ചക്കറിക്കാരനോ? തനിക്ക് മൊബൈൽ ഫോൺ എന്തിനാണ് താൻ ആ ഓഡിറ്റോറിയത്തിലിട്ട് മറന്നുപോയത്? അയ്യോ സാർ, മൊബൈൽ ഫോണൊന്നും ഞാൻ ഓഡിറ്റോറിയത്തിലിട്ട് മറന്നൊന്നും പോയില്ല സാർ. അത് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാണ് സാർ. എങ്ങനെ നഷ്ടപ്പെട്ടു? താൻ ഇരിക്കടോ ഇവിടെ. അയ്യോ വേണ്ട സാർ, ഞാനിവിടെ നിന്ന് പറഞ്ഞോളാം. എന്തിനാണ് നിന്ന് പറയുന്നത്? താൻ പച്ചക്കറി കടക്കാരനല്ലേ? നല്ല പച്ചക്കറിയൊക്കെ വിൽക്കുന്ന ഒരാള്. അപ്പോൾ താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് ഞങ്ങളെ പേടിക്കുന്നത്? എടോ, തെറ്റ് ചെയ്യുന്നവർ മാത്രം ഞങ്ങളെ പേടിച്ചാൽ മതി. അപ്പോൾ ഞങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് ഉത്തരം പറയണം. പക്ഷേ തെറ്റ് ചെയ്യാത്ത ഒരാള് പോലീസുകാരോടൊപ്പം നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും. അവര് ഞങ്ങളുടെ മുന്നിൽ ഇരുന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ മതി. മനസ്സിലായല്ലോ? ആ സാർ മനസ്സിലായി. എങ്കിലേ ഇരിക്കുതാനിവിടെ. അങ്ങനെ ഇയാളെ പിടിച്ച് അവിടെ ഇരുത്തുകയാണ്. ഇയാളാണെങ്കിൽ പേടിച്ച് നിൽക്കുക. പറ, ഇനി എന്താണ് സംഭവിച്ചത്? തൻ്റെ കയ്യിൽ നിന്നും എങ്ങനെയാണ് ഈ മൊബൈലിൽ പോയത്? വിശദമായിട്ട് തന്നെ നല്ല കറക്റ്റായിട്ട് പറയണം. അത് ഒരുത്തൻ എൻ്റെ മൊബൈൽ എടുത്തുകൊണ്ട് പോയതാണ് സാർ. അതെങ്ങനെ, എന്തിനു വേണ്ടി, എവിടെ വെച്ച്, ഇതൊക്കെ കൃത്യമായിട്ട് എന്നോട് പറഞ്ഞിരിക്കണം. താൻ പറ, കഥ പറ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇയാൾ ആ കഥ പറയാനായിട്ട് തുടങ്ങുക. ഇയാൾ ബൈക്കിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ മൊബൈലിൽ എന്തോ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഗംഗാപ്രസാദ് മാസ്കും വെച്ചും തൊപ്പിയും വെച്ചുകൊണ്ട് ഇയാളുടെ മുന്നിലേക്ക് വരുന്നത്. ചേട്ടാ, എനിക്കൊരു ലിഫ്റ്റ് തരാമോ ചേട്ടാ? ലിഫ്റ്റോ? ഞാനെന്തിനാണ് തനിക്ക് ലിഫ്റ്റ് തരുന്നത്? ഇതേ യാത്രക്കാരെ കയറ്റിക്കൊണ്ടു പോകുന്ന വണ്ടിയല്ല. ഇത് എനിക്ക് സ്വയം ഓടിക്കാനും എനിക്ക് മാത്രം കയറാനും ഞാൻ മേടിച്ച വണ്ടിയാണ് ഇത്. അല്ലാണ്ട് തന്നെ കയറ്റിക്കൊണ്ടു പോകാനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളൊരു മറുപടി. അപ്പം ഗംഗാപ്രസാദിന് എങ്ങനെയെങ്കിലും ആ ബൈക്ക് എടുക്കണമല്ലോ എന്നൊക്കെ ചിന്തിച്ച് ഗംഗാപ്രസാദ് നേരെ ഇയാളെ നോക്കിയിട്ട്, അയ്യോ ചേട്ടാ പാമ്പ് എന്ന് പറയാണ്. ഇയാൾ പാമ്പെന്ന് കേട്ട ഉടനെ തന്നെ ബൈക്കിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട്, അയ്യോ എവിടെ പാമ്പ് എവിടെയിടോ എന്നിങ്ങനെ പറയാ. പക്ഷെ ഇയാളിങ്ങനെ തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഗംഗാപ്രസാദ് ആണെങ്കിൽ ഇയാളുടെ മൂക്കിൻ്റെ പാലം നോക്കി പടാക്കെന്ന് പറഞ്ഞു ഒറ്റ ഇടി. അയാളാണെങ്കിൽ ആ ഇടിയുടെ സ്പോട്ടിൽ അവിടെ തന്നെ മയങ്ങി അങ്ങോട്ട് വീഴുകയാണ്. ഈ ഒരു തക്കം നോക്കി ഈ ഗംഗാപ്രസാദ് മൊബൈൽ എടുത്തിട്ട് ബൈക്കും സ്റ്റാർട്ട് ചെയ്ത് ഒറ്റ പോക്കാണ്. ഈ കഥകൾ മുഴുവനുമാണ് ഇയാൾ പോലീസുകാരോട് പറഞ്ഞത്. ഇത് കിട്ടുന്നപ്പോഴേക്കും ഓഹോ, അത് ശരി, അതെ സാറേ, എൻ്റെ മൂക്ക് ഇടിച്ച് പരത്തിയിട്ട് എൻ്റെ മൊബൈൽ മാത്രമല്ല ബൈക്കും എടുത്തുകൊണ്ട് അയാൾ പോയി. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥയാണ്. എന്നിട്ട് മൊബൈലിൽ പോയ കാര്യം താൻ പരാതി കൊടുത്തില്ലേ? പരാതി കൊടുത്തു സാർ. പക്ഷേ ഈ സ്റ്റേഷനിലല്ല സാർ ആ കേസ്. ആ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സാർ. മൊബൈൽ കണ്ടതാന്നൊക്കെയാണ് പറഞ്ഞത്. ഏതായാലും ഞങ്ങളുടെ കയ്യിൽ ഈ മൊബൈൽ കിട്ടിയതുകൊണ്ട് താനാണ് ഇതിൻ്റെ ഓണറെന്ന് മനസ്സിലായി. അപ്പോൾ ഈ ഗംഗാപ്രസാദ് എന്ന് പറഞ്ഞവൻ മൂക്കിടിച്ച് പരത്തുന്ന വിദഗ്ധനാണല്ലേ? അപ്പോഴേക്കും വേറെ പോലീസുകാരോട് പറയണം, അതേ സാറ്, അവനെ മൂക്കിടിച്ച് പരത്തിയാണ് ഓരോരോ കള്ളത്തരങ്ങളും ചെയ്തു കൂട്ടുന്നത്. അവൻ്റെ മൂക്കിലിട്ട് ഒരു ഇടിയില്ലേ, അത് പിന്നെ ബോധം തെളിയു പോലും ഇല്ല. അങ്ങനൊരു അവസ്ഥയിലാണ് അവൻ ഇടിച്ചു കൂട്ടുന്നത്. അത് ശരി. എടോ, ഇതാണോ തൻ്റെ മൊബൈൽ എന്നൊന്ന് നോക്കിയേ എന്ന് പറഞ്ഞപ്പോഴേക്കും മൊബൈൽ എടുത്ത് കൈ കൊടുക്കാം. അങ്ങനെ അയാൾ മൊബൈലൊക്കെ തെളിച്ച് നോക്കി കഴിഞ്ഞപ്പോഴേക്കും, അതേ സാർ, ഇത് തന്നെയാണ് സാർ എൻ്റെ മൊബൈൽ. അപ്പം ഇത് തന്നെയാണല്ലോ അല്ലേ? അതെ സാർ. നീ ഫോൺ അങ്ങോട്ട് തന്നേര് എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങോട്ട് കൊടുക്കുക. ഇനിയും ചില ആവശ്യങ്ങൾക്കൊക്കെ ഞങ്ങൾ വിളിക്കും. അപ്പോൾ താൻ വരണം സാർ. വന്നേക്കാം സാർ. അതെ, ഞാനും തൻ്റെ കടയിൽ വരുന്നുണ്ട് പച്ചക്കറികളൊക്കെ മേടിക്കാനായിട്ട്. സാറ് വന്നോളൂ സാർ, എപ്പോൾ വേണമെങ്കിലും വന്നോളൂ. സാറിന് വില കുറച്ച് പച്ചക്കറികളും തരാം. അത് വേണ്ട, താൻ വില കുറച്ച് പച്ചക്കറികളെല്ലാം തന്നു കഴിഞ്ഞാൽ അത് കൈക്കൂലി മേടിക്കുന്നത് പോലെ ആകും. ഞാനേ നല്ല പച്ചക്കറി മേടിക്കാനാണ് വന്നത്. അതുകൊണ്ട് താൻ നല്ല പച്ചക്കറി തന്നാൽ മതി. അതിനുള്ള കൃത്യമായ പൈസയും ഞാൻ തരും. കേട്ടല്ലോ? ഓക്കെ സാർ. എങ്കിലേ താൻ വിട്ടോ സ്ഥലം വിട് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളങ്ങോട്ട് പറഞ്ഞയക്കാം. അപ്പോഴേക്കും CI വേറൊരു പോലീസുകാരോട് പറയാ, ഇവന്റെ കഥ കേൾക്കുമ്പോഴേ വല്ലാത്തൊരു ത്രില്ലാണല്ലോ തോന്നുന്നത്. ഇവനൊരു മഹാസംഭവമാണല്ലോ ഈ ഗംഗാപ്രസാദ്. അപ്പൊ ഈ പോലീസുകാരൻ, അതേ സാറേ, എനിക്കും അവന്റെ കഥകളൊക്കെ കേൾക്കുമ്പോഴേ അങ്ങോട്ട് രോമാഞ്ചം വരിക, കുളിരി വരികയാണ്. നിർത്തിടാ. അത് കൊള്ളാലോ. അവന്റെ കഥകളെല്ലാം കേട്ടിട്ട് തനിക്കൊക്കെ ത്രില്ലടിക്കുകയാണല്ലേ? കൊള്ളാം. വെറുതെ അല്ല അവന്റെ വലയിൽ കുറെ പെണ്ണുങ്ങളെല്ലാം വീണു പോകുന്നത്. ഇത്തരത്തിലുള്ള പ്രവർത്തികൾ മുഴുവനല്ലേ അവൻ കാണിച്ചു കൂട്ടുന്നത്. അപ്പോ പെണ്ണുങ്ങൾക്കൊക്കെ രോമാഞ്ചം വന്നിട്ടുണ്ടാവും. അതുകൊണ്ടാ പെണ്ണുങ്ങൾ മുഴുവൻ അവന്റെ വലയിലിട്ട് വീണു പോകുന്നത്. ഇവിടെ പോലീസുകാരും മുഴുവനും
അവൻ്റെ ഫാനാണല്ലേ? തനിക്ക് നാണമുണ്ടോടോ എന്നോട് ഇങ്ങനെ പറയാനായിട്ട്? ഒരു ക്രിമിനലിൻ്റെ ഫാനാണ് പോലും, രോമാഞ്ചം വരുന്ന പോലും. നിർത്തിക്കോണം, മേലരത്തിലുള്ള സംസാരനോട് സംസാരിച്ചു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളെ വഴക്കോ ഞങ്ങളുടെ പറഞ്ഞയക്കാം. അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ കിരൺ ആണെങ്കിൽ ഭയങ്കര വെപ്രാളത്തോട് കൂടി തന്നെ സരയുടെ വീട്ടിലേക്ക് ഓടി വരിക. അവിടെ താര ആൻറ്റി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കിരണിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് താര ആൻറ്റിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ തോന്നുക. അപ്പോൾ താര ആൻറ്റി, എന്താ താര ആൻറ്റി, എന്താ പ്രശ്നം, എന്താ സംഭവിച്ചത്? സര എന്നെ വിളിച്ചല്ലോ, പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് ഞാൻ ഓടി വരികയായിരുന്നു, എന്താ സംഭവം, അവൾ എവിടെ എന്നൊക്കെ എന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മേളിലുണ്ടെന്ന് ആക്ഷൻ കാണിക്കുക. ഓ, മേളിലുണ്ടെന്നല്ലേ? എന്തിനാ സരയു വിളിച്ചത്? അത് വല്ല ആൻറ്റിക്ക് അറിയാവോ? എനിക്കറിയില്ല എന്ന് പറയാണ്. സരയുവിനിപ്പം നല്ല മാറ്റമുണ്ട് ആൻറ്റി, പക്ഷേ അവൾക്ക് എന്താ ടെൻഷനുണ്ടോ? ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ താരയാണെങ്കിൽ ആ പഴയ കാര്യങ്ങൾ ആലോചിക്കുകയാണ്. കിരണിനെ തനിക്ക് സ്വന്തമാക്കണമെന്നും കല്യാണയുടെ അരികിൽ നിന്നും കിരണിനെ പറിച്ചു മാറ്റണമെന്നും ഉള്ള കാര്യങ്ങൾ മുഴുവനാണ് താര ഇവിടെ ആലോചിക്കുന്നത്. ഇതൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും താരയ്ക്ക് പേടി തോന്നുകയാണ്. ആൻറ്റി, ഞാനിതൊക്കെ ചോദിച്ചത് ആൻറ്റി കേട്ടില്ലേ? അത് കൊള്ളാം. അപ്പോൾ സരയുവിനെ പോലെ തന്നെയാണോ ആൻറ്റിയും? അവളോട് ഞാൻ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവൾ വേറെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇതേപോലെ തന്നെ ആൻറ്റിയോടും ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആൻറ്റി വേറെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എന്താ നിങ്ങൾക്കെല്ലാം സംഭവിച്ചത്? സരയിന് എന്താ പറ്റിയത്? അവളുടെ സ്വഭാവത്തിലൊക്കെ നല്ല മാറ്റം ഞാൻ കണ്ടതാണ്. കമ്പനിയിലെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ ചെയ്യും. പിന്നെ ആ മനോഹറിൻ്റെ കാര്യം പറയുമ്പോൾ മാത്രമേ അവൾക്ക് കുറച്ച് ദേഷ്യമുള്ളൂ. അതൊക്കെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം സരയു പെട്ടെന്ന് കാണണം, ഒരാവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ഞാനാകെ പേടിച്ചു പോയി. ആൻറ്റി സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആൻറ്റിക്ക് ഞങ്ങളെ വിളിക്കാം, ഞങ്ങൾ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ഉണ്ടാകും. പറഞ്ഞ മനസ്സിലായല്ലോ? ആ ശരി മോനെ എന്നൊക്കെ ആക്ഷൻ കൊണ്ട് കാണിക്കുകയാണ് നമ്മുടെ താരയാൻറ്റി. അപ്പോൾ ഞാൻ സരയുവിനൊന്ന് കാണാൻ ചെല്ലട്ടെ എന്ന് ചോദിച്ചപ്പോഴേക്കും ചെല്ലും മോനെ എന്ന് പറയാ. അങ്ങനെ സരയു ആണെങ്കിൽ ഭയങ്കര ആകാംക്ഷയോടെ നിൽക്കുക. ഇപ്പം തന്നെ കിരൺ വരും, കിരണിനോട് തൻ്റെ മനസ്സിലെ ഇഷ്ടങ്ങളെല്ലാം പറയണം എന്ന് ചിന്തിച്ചുകൊണ്ട്. പക്ഷെ അതെങ്ങനെ തുടങ്ങണമെന്ന് നമ്മുടെ സരയു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ദാ കിരൺ വരുന്നു. അപ്പോൾ അങ്ങനെ കിരൺ വന്ന് സരയുവിൻ്റെ തോളിലിങ്ങനെ കയറി പിടിക്കുക. തോളിലിങ്ങനെ കയറി പിടിച്ച് സരയു ആണെങ്കിൽ സന്തോഷം കൊണ്ട് മറന്ന് തിരിഞ്ഞു നോക്കുകയാണ്. തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും സരയു, എന്തു പറ്റി സരയു? നീ എന്തിനാ എന്നെ വിളിച്ചത്? പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞല്ലോ, ഞാനാകെ പേടിച്ചു പോയി. നീ എന്തിനാ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് സരയു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സരയു ആണെങ്കിൽ, കിരണേ, ഞാനൊരു അത്യാവശ്യ കാര്യം പറയാനാ നിന്നെ വിളിച്ചത്. ആ പറ, എന്ത് അത്യാവശ്യ കാര്യമാണ് നിനക്ക് പറയാനുള്ളത്? പറ, എന്തായാലും എന്നോട് പറയാലോ. അതിന് നിനക്ക് ഇങ്ങനെ മുഖവരയുടെ ആവശ്യമൊന്നുമില്ല. എന്ത് കാര്യം ഉണ്ടെങ്കിലും സംസാരിക്കാം. അത് പിന്നെ കിരണേ, നിനക്കറിയാലോ എൻ്റെ മോൾക്ക് ഒരച്ഛനില്ല. പിന്നെ അച്ഛനെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഒരുത്തൻ ജയിലിൽ കിടക്കുന്നുണ്ട്. അത് ഞാൻ വിട്ട കേസാണ്. അങ്ങനെ ഒരു അച്ഛനെ എൻ്റെ മോൾക്ക് വേണ്ട കിരൺ. അപ്പോൾ എൻ്റെ മോൾക്ക് ഒരു അച്ഛൻ വേണ്ടേ? എൻ്റെ മോൾക്ക് അച്ഛനാകാവോ നീ? എന്താ സരയുത്, നിന്റെ മോൾക്ക് ഒരു അച്ഛനാകാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ? അവളുടെ അച്ഛനായിരിക്കും ഞാൻ എന്നും. അതിനിപ്പോൾ എന്താ കുഴപ്പം? കിരൺ പറയണ സത്യമാണോ? എൻ്റെ മോളുടെ അച്ഛനാകാൻ പറ്റുമോ കിരണ്? തീർച്ചയായിട്ടും. കാരണം എൻ്റെ അച്ഛനെ കാണാതെയല്ലേ ഞാനും സോണിയൊക്കെ വളർന്നത്. അപ്പോൾ അച്ഛൻ്റെ സ്ഥാനത്ത് കണ്ടത് ആരെയാണ്? രാഹുൽ അങ്കിളെയല്ലേ. പക്ഷേ പിന്നീടല്ലേ മനസ്സിലായത് അയാൾ മഹാദുഷ്ടനാണെന്നൊക്കെ. അപ്പോൾ അതേപോലെ തന്നെ എന്നെയും അച്ഛനായിട്ട് തന്നെ കാണാം സരയു നിന്റെ മോൾക്ക്. എൻ്റെ മോനെ പോലെ തന്നെയാണ് നിന്റെ മോള് എനിക്ക്. എന്താ രണ്ടുപേർക്കും ഞാൻ അച്ഛനായിക്കൂടെ? ഇത് കേട്ട സരയുനാണെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നുകയാണ്. അപ്പോൾ എല്ലായിടത്തും എല്ലാ കാര്യങ്ങൾ കൊണ്ടും നീ എൻ്റെ മോൾക്ക് അച്ഛനാകാവോ? തീർച്ചയായിട്ടും. ഇനി സ്കൂളിൽ വന്ന് ചേരണോ? അവിടെ സ്കൂളിൽ മോളുടെ പേരിൻ്റെ ഒപ്പം എൻ്റെ പേര് ചേർത്തോ. പിന്നെ അച്ഛൻ്റെ സ്ഥാനത്ത് എൻ്റെ പേര് ചേർത്തോ. അതിനെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല സരയു എന്ന് പറയാ. ആണല്ലേ? അപ്പോൾ കിരൺ കാര്യോട് തന്നെ പറഞ്ഞാണല്ലേ? തീർച്ചയായിട്ടും ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞാണ്. പിന്നെ സരയു വേറൊരു കാര്യമുണ്ട്. ചിലരൊക്കെ പറയുന്നുണ്ട് സരയുവിന് 10-27 വയസ്സല്ലേ ആയിട്ടുള്ളൂ, അതുകൊണ്ട് വേറൊരു കല്യാണക്കാരത്തെക്കുറിച്ച് ചിന്തിച്ചൂടെ എന്നൊക്കെ. അപ്പോൾ ഇത് കേട്ട സരയു ആണെങ്കിൽ, കിരൺ അങ്ങനെ എൻ്റെ മനസ്സിലൊരു ചിന്തയൊന്നും ഉണ്ടായിട്ടില്ല കിരൺ. പക്ഷേ ഒരു പെണ്ണിനും ഇപ്പോൾ കല്യാണം കഴിച്ച് ജീവിക്കണമെന്നൊന്നും താല്പര്യമില്ല. പക്ഷെ അവളെ സ്നേഹിക്കുന്ന, അവളെ മനസ്സിലാക്കുന്ന ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ വളരെയേറെ നല്ലതായിരുന്നു കിരൺ. എന്നിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഓഹോ, അപ്പോൾ അങ്ങനെ ഒരാൾ വന്നാൽ നീ കല്യാണം കഴിക്കുമോ അല്ലേ? തീർച്ചയായിട്ടും കിരൺ. പക്ഷേ എൻ്റെ മനസ്സിൽ ഒരാളുണ്ട് കിരൺ. സത്യമായിട്ടും നിന്റെ മനസ്സിൽ ഒരാളുണ്ടോ? അങ്ങനെയാണെങ്കിൽ പാറ കല്യാണി.
ആ കല്യാണം ഉറപ്പായിട്ടും ഈ വിഷു തന്നെ ഞാൻ തന്നെ നടത്തി തരും. ഉറപ്പാണോ? ഉറപ്പാണോ സരയു? അല്ല, ഉറപ്പാണോ കിരൺ? ആ കല്യാണം എനിക്ക് നടത്തി തരുമോ എന്ന് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും തീർച്ചയായിട്ടും നടത്തി തരും. അവന് സമ്മതമാണെങ്കിൽ ഉറപ്പായിട്ടും ഈ കല്യാണം ഞങ്ങൾ നടത്തി തരുമെന്ന് പറയാ. കിരൺ മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ സമ്മതിക്കും. ഓ അങ്ങനെയാണോ? എങ്കിൽ പിന്നെ തീർച്ച. ദേ ഞാൻ മനസ്സ് വെച്ച് കഴിഞ്ഞിരിക്കുന്നു. സത്യമാണോ? എൻ്റെ കയ്യിൽ സത്യം അടിക്ക്. എനിക്ക് നിനക്കൊരു എതിർപ്പുണ്ടാവില്ല ഈ കല്യാണം നടക്കുമെന്ന്. അപ്പം അങ്ങനെ നമ്മുടെ സരയുവിന് വാക്ക് കൊടുക്കുകയാണ് കിരൺ. വാക്ക് കൊടുത്തിട്ട് പറയണം ഉറപ്പായിട്ടും എനിക്കൊരു എതിർപ്പുമില്ല, ഈ കല്യാണം നടന്നിരിക്കും. എന്നിട്ട് നമ്മുടെ സരയു ആണെങ്കിൽ അത് മറ്റാരുമല്ല, ചെറുപ്പം മുതലേ എൻ്റെ മനസ്സിൽ ഓരോരോ ആളുണ്ടായിരുന്നുള്ളൂ കിരൺ, അത് നീയാണ്. പക്ഷേ അതിനുശേഷമാണ് കല്യാണ ജീവിതത്തിലേക്ക് മനോഹർ കടന്നു വന്നത്. അപ്പോൾ എൻ്റെ താളമൊന്ന് തെറ്റി. അതിനുശേഷം മനോഹർ ഒരു ഫ്രോഡാണ് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാനാകെ തകർന്നു പോയൊരു അവസ്ഥയിലാണ്. പിന്നീട് എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഇപ്പോൾ കിരൺ നീ എൻ്റെ ജീവിതത്തിലേക്ക് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കിരൺ. നിന്നെയാണ് ഞാൻ സ്നേഹിക്കുന്നത് എന്ന് സരയു തുറന്നടിച്ച് പറയാ. ഇത് കേട്ട കിരൺ ഞെട്ടിപ്പോവാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു സി അഗൈൻ. ബൈ.